നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പിന് മുന്നോടിയായുള്ള തങ്ങളുടെ അവസാന സൗഹൃദ മത്സരത്തിൽ പോർച്ചുഗൽ നാളെ അയർലൻഡുമായിട്ട് കളിക്കുകയാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് മറ്റന്നാളാണ് ആ കളി. ഇന്ത്യൻ സമയം നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ സമയം ബുധനാഴ്ച 12:15 AM കളി. അതായത് നാളെ രാത്രിയാണ് കളി. ആ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കും. പക്ഷേ അദ്ദേഹം ബെഞ്ചിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുക, അതല്ല സ്റ്റാർട്ടിംഗ് 11 ഉണ്ടാകുമോ, അതാണ് ചോദ്യം. ഇപ്പോൾ പോർച്ചുഗീസ് മാധ്യമം എബോല അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടൊരു റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. റോബർട്ടോ മാർട്ടിനസ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാനേജ് ചെയ്യാൻ ഉറച്ചിരിക്കുന്നു എന്നാണ് അവർ ടൈറ്റിൽ തന്നെ കൊടുക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ 90 മിനിറ്റ് കളിക്കുക അതിന് സാധ്യതയില്ല എന്ന് തന്നെ എബോലയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ട്യൂസ്ഡേ കളിക്കും, അതായത് നാളത്തെ കളി കളിക്കും റിപ്പബ്ലിക് ഓഫ് അയർലൻഡിനെതിരെ. പക്ഷേ 90 മിനിറ്റ് കളിക്കുന്നുണ്ടാവില്ല എന്നാണ് അവർ കൃത്യമായിട്ട് പറയുന്നത്. താരം ലേറ്റായിട്ടാണ് പോർച്ചുഗലിൻ്റെ ദേശീയ ടീമിനോടൊപ്പം ചേർന്നത്. അൽ നസറിനോടൊപ്പം കിങ്സ് കപ്പ്, സൗദി അറേബ്യയിലെ കിങ്സ് കപ്പ് കളിച്ചതിന് ശേഷം വൈകിയാണ് അദ്ദേഹവും പിന്നെ അൽ ഹിലാലിൻ്റെ താരമായിരുന്ന റൂബൻ നെവസും ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ മികച്ച രൂപത്തിൽ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ 90 മിനിറ്റ് കളിപ്പിക്കില്ല. അതാണ് ഇപ്പോൾ എബോല റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടെ അവർ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്റ്റാർട്ട് ചെയ്യിക്കുമോ അതോ ബെഞ്ചിൽ നിന്ന് ഇറക്കുമോ, ആ കാര്യത്തിൽ വ്യക്തതയില്ല. കോച്ച് പറയുന്നത് അദ്ദേഹത്തെ കളിപ്പിക്കുമെന്ന് മാത്രമാണ്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇനി യൂറോ കപ്പിലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാധ്യത എങ്ങനെയാണ്? അദ്ദേഹം ഏത് റോളിലായിരിക്കും കളിക്കുക? സ്റ്റാർട്ടർ തന്നെയായിരിക്കുമോ, അതല്ല ഈ പറഞ്ഞ പോലെ ബെഞ്ചിൽ നിന്നായിരിക്കുമോ ഇറങ്ങുക? ഇതിനെക്കുറിച്ചും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പോർച്ചുഗീസ് ടീമിൻ്റെ മുന്നേറ്റ നിരയിൽ വ്യത്യസ്ത താരങ്ങളെ കഴിഞ്ഞ കളിയിൽ കോച്ച് പരീക്ഷിച്ചിരുന്നു. ഗോൺസലോ റാമോസിനെയും അതുപോലെ ജോട്ടയും ഒക്കെ പരീക്ഷിച്ചു. ഇനി യൂറോ കപ്പിന് മുന്നോടിയായിട്ട് അവസാന വട്ടം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇറക്കാനുള്ള അവസരമാണ് അയർലൻഡിനെതിരെ. അപ്പോൾ കോച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ കൂടി നമ്മളൊന്ന് നോക്കിയാണ്. അദ്ദേഹം SIC കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോ തീർച്ചയായിട്ടും നമ്മുടെ നായകനാണ്. അദ്ദേഹത്തെ പോലൊരു ക്യാപ്റ്റൻ യൂറോ കപ്പിന് വരുന്നില്ല. 5 യൂറോ കപ്പ് കളിച്ച മറ്റൊരാളില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ തീർച്ചയായിട്ടും കൗണ്ട് ചെയ്യണം. ബട്ട് ആരൊക്കെ എത്ര മിനിറ്റ് ഏതൊക്കെ റോളിൽ യൂറോ കപ്പിൽ കളിക്കും എന്നുള്ളത് നമ്മളിപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ല. അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് കോച്ച് പറഞ്ഞത്. ചുരുക്കത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഏത് റോളിലായിരിക്കും കളിപ്പിക്കുക എന്നുള്ളതിൽ ഒരു ഉത്തരം പറയാൻ റോബർട്ടോ മാർട്ടിനസ് തയ്യാറായിട്ടില്ല. ഇനി 2022 വേൾഡ് കപ്പിൽ സംഭവിച്ച പോലെ അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തുമോ, ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം ഇറക്കുമോ, സ്റ്റാർട്ട് ചെയ്യിച്ചിട്ട് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അതൊക്കെ കണ്ടറിയണം. പൊതുവെ ബെഞ്ചിലിരിക്കുന്നതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നതും ഒന്നും ഇഷ്ടപ്പെടാത്തയാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ, നമുക്കറിയാം അത്. പക്ഷേ ഒരു വമ്പൻ ടൂർണമെൻറ്റിൽ കോച്ച് 39-കാരനായ തൻ്റെ സൂപ്പർ താരത്തെ എങ്ങനെ മാനേജ് ചെയ്യും? കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.